Good morning, live streamers, and welcome to the Friday vlogs. ഇന്ന് ഒരു നോർമൽ ഡേ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ബാക്കി ആ ദിവസത്തിൽ കുറച്ച് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെള്ളയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുട്ടക്കറിയല്ല, എഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മുട്ട ഒനിയനൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി ഒന്നും ചേർക്കാതെ അല്ല, റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പണ്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു കാർബോഹൈഡ്രേറ്റും ഒരു പ്രോട്ടീനും ഒപ്പം കുറച്ച് ഫൈബർ ആൻഡ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, ഈ കോമ്പിനേഷൻ ചേരുമ്പോഴാണ് അതൊരു സമ്പൂർണ്ണ ആഹാരമായിട്ട് മാറുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, വെള്ളയപ്പം, പുട്ട്, അല്ലെങ്കിൽ ഉപ്മാവ്, പിന്നെ അവിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ്. പലപ്പോഴും ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മളൊരു പ്രോട്ടീൻ കഴിക്കാൻ ചില സമയങ്ങളിലെങ്കിലും നമ്മളതങ്ങനെ ചിന്തിക്കാറില്ല. നമ്മൾ പുട്ടിൻ്റെ കൂടെ പഴം കഴിക്കുന്നു, പുട്ടിൻ്റെ കൂടെ കടല കഴിക്കുന്നു, പുട്ടിൻ്റെ കൂടെ പപ്പടം കഴിക്കുന്നു, പുട്ടിൻ്റെ കൂടെ ഇറച്ചി കഴിക്കുന്നു. അപ്പോൾ ഇതിൽ ഇറച്ചിയും കടലയാണ് അവിടെ പ്രോട്ടീൻ ആവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ വരുന്നത് പുട്ടും കടലയും, പുട്ടും ചിക്കനും ഒക്കെ കൂടി കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വെള്ളയപ്പത്തിന് ഇന്നിപ്പോൾ ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഈ എഗ്ഗ് എന്ന് പറയുന്നത് അതിലത്തെ പ്രോട്ടീൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ കവർ ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എന്നും എഗ്ഗ് കറിയൊന്നും ഉണ്ടാക്കാൻ ഇവർക്ക് ഇഷ്ടമില്ല കേട്ടോ, അങ്ങനെ കഴിക്കാൻ. ഇവർക്ക് ഏറ്റവും ഇഷ്ടം, ഇവിടെ വീട്ടിലെല്ലാവർക്കും ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നാളികേരം പാലെടുത്തിട്ട് അതിൽ ഷുഗർ ഇട്ട് മിക്സ് ചെയ്ത് ആ സ്വീറ്റായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കഴിക്കാനാണ്. ചില ദിവസങ്ങളിൽ അത് ഞാൻ സമ്മതിച്ച് കൊടുക്കും. എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്താൽ ഇവരെന്നെ വെച്ചേക്കില്ല. എന്നാലും ഞാനിങ്ങനെ ഒരു ഏകദേശം ഓൾട്ടർനേറ്റ് വീക്സിൽ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഗുണമുണ്ട്, എൻ്റെ ചെറിയ മോൾക്ക് രാവിലെ ഇങ്ങനെ മധുരമുള്ളതൊന്നും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഇഷ്ടമില്ല. അവൾ കുറച്ച് എരിവ്, പുളി ഒക്കെ ഉള്ള അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അവളിങ്ങനെ രാവിലെ കോക്കനട്ട് മിൽക്ക്, സ്വീറ്റ് കോക്കനട്ട് മിൽക്ക് അവൾക്ക് താല്പര്യമില്ല. അപ്പോൾ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ ചിലപ്പോൾ ഈ ബാക്കിയുള്ള മാവ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കോക്കനട്ട് മിൽക്കായിട്ടൊക്കെ അവർ കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ റോസ്റ്റ് ചെയ്താണ്ട് സൂപ്പറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതിൽ ആഡ് ചെയ്തത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊരു റെഡിഷ് ബ്രൗൺ കളറൊക്കെ കിട്ടുന്നത്. നമ്മുടെ സാധാരണ മുളക് പൊടി ഇത്രയും വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വായിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു ടെക്നിക്കാണ്, കുറച്ച് ഈ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് പഞ്ചസാര അതിൽ ആഡ് ചെയ്യും. അപ്പോൾ അതും കൂടി ഒന്ന് ആ ഉള്ളിയുടെ കൂടെ കിടന്ന് വഴറ്റി വരുമ്പോൾ ഒരു കാരമലൈസ്ഡ് ആയിട്ട്, കരിഞ്ഞൊന്നും പോവില്ല, കരിഞ്ഞു പോരുത്, പിന്നെ മൊത്തം കരിഞ്ഞ് ടേസ്റ്റ് ആയിരിക്കും. ചെറിയൊരു മധുരം കിട്ടും. അതായത് സാധാരണ സവോളയ്ക്ക് ഉണ്ടാകേണ്ട ഒരു മധുരമാണ്, പക്ഷേ മിക്കവാറും സവോള ഞാൻ വഴറ്റി വരുമ്പോൾ അത്ര മധുരമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇത്തിരി പഞ്ചസാരയും കൂടി ചേർക്കുമ്പം ആ ഒരു ഫ്ലേവർ, ഒരല്പം മധുരം മുന്നിട്ട് നിൽക്കണം. കാരണം നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു കറിയാണല്ലോ, ലഞ്ചിൻ്റെ കൂടെയുള്ള കറികൾക്കല്ലേ നമുക്ക് എരിവ് ആവശ്യം. അപ്പോൾ ഈ ഒരു അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഒരു റെസിപ്പി നോക്കി ചെയ്തതാണ്. എൻ്റെ സാധാരണ മെത്തേഡിലല്ല ഞാൻ ചെയ്തത്, കോക്കനട്ട് ചേർക്കാതെയുള്ള അപ്പമാണ്. അപ്പോൾ എനിക്ക് അത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. മാത്രമല്ല ഇത് രാവിലെ അരച്ച് വെച്ച് വിതിൻ 2 hours ഞാൻ ഉണ്ടാക്കിയത്. സാധാരണ ഞാൻ രാത്രി എപ്പോഴും നാളികേരമൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ പണി ആദ്യമേ തന്നെ ചെയ്തു വയ്ക്കും കേട്ടോ. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വലിയൊരു കാര്യം, അത് എവറി ഡേ നമ്മുടെ വീട്ടിൽ നടന്നു പോകേണ്ട ഒരു കാര്യമാണല്ലോ. ഞാൻ കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കാനാണ് പോകുന്നത്. വെള്ളരിക്കയും തൈര് ഉപയോഗിച്ചിട്ട് പുളിശ്ശേരി, മോരുകറി എന്നൊക്കെ നമ്മൾ പറയില്ലേ. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒന്നുമില്ല, വളരെ ബേസിക്കായിട്ട് ഉപ്പ്, മുളക്, മഞ്ഞൾ, കുറച്ച് കുരുമുളക്, ഇത്രയും ചേർത്ത് കാലത്ത് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം അതാണ്. ഫ്രീസറിൽ നിന്ന് രാത്രി തലേദിവസം തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് പോയി. അപ്പോൾ രാവിലെ അപ്പോൾ അതെല്ലാം വെട്ട് വൃത്തിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. കഴുകിയെടുത്തു. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തിരുമ്മി വെച്ചു. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് വറുക്കുക എന്ന് പറയാൻ പറ്റില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, കുറച്ച് പച്ചക്കറികളൊക്കെ നുറുക്കാനും തൊലി കളയാനൊക്കെ ആയിട്ട് കിച്ചണിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു വലിയ പ്ലേറ്റോ ഒരു ബേസിനോ എടുത്ത് വെച്ചിട്ട് എല്ലാ തൊലികളും ഞാൻ അതിനകത്തോട്ട് ചെത്തിയിടും. ഇപ്പോൾ വെള്ളരിക്കയുടെ ആവാം, എന്തെങ്കിലും ഉള്ളിയുടെ ആവാം, പച്ചമുളകിൻ്റെ തണ്ടാവാം, തേങ്ങ ചിരകിയതാവാം, ചിരട്ടയാവാം, അങ്ങനെ എന്തൊക്കെ വേസ്റ്റ് ആ കുക്കിങ്ങിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അതൊക്കെ ഞാൻ ഈ പാത്രത്തിലോട്ട് തട്ടിയിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ എനിക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് കളയാൻ പോകണ്ട എന്നുള്ളതാണ്. പിന്നെ പല ആൾക്കാരും പല സമയങ്ങളിലായിട്ട് ചെയ്യണ കണ്ടിട്ടുണ്ട്. ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടിട്ട് അതിലോട്ട് കുറേ പേര് അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെത്തി ഇട്ടിട്ട് എല്ലാം കൂടി പൊതിഞ്ഞെടുത്ത് കളയാറുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് 2 ബക്കറ്റിലായിട്ടാണ്. അപ്പോൾ വെറ്റ് വേസ്റ്റിലാണ് നമ്മുടെ ഈ പച്ചക്കറിയുടെ സാധനങ്ങളൊക്കെ പോകേണ്ടത്. ന്യൂസ് പേപ്പർ പിന്നെ ഞാൻ ഡ്രൈ വേസ്റ്റിലോട്ട് മാറ്റിയിടണം. അപ്പോൾ അവിടെ അങ്ങനൊരു വേർതിരിവ് വീണ്ടും ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് പേപ്പർ ഇടാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി ഇരട്ടിപ്പണിയല്ലേ.
അപ്പോൾ ഇങ്ങനെ എനിക്ക് നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകാറുണ്ട്. നമ്മുടെ നാളികേരം അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വേറെ വെള്ളം ചേർക്കാറില്ല, വേവിക്കുമ്പോൾ ചേർത്ത വെള്ളം ഉണ്ടാവാറുള്ളൂ. പിന്നെ ഞാൻ ഇതിലോട്ട് നേരിട്ട് നമ്മുടെ തൈര് ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കാറുള്ളത്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു തുള്ളി, ഒരു സ്പൂണെങ്ങാനും ഒഴിച്ചാലായി. എന്നിട്ട് അത് അടിച്ചെടുത്തിട്ട് ഈ വെന്തിരിക്കുന്നതിലോട്ട് ഇതൊഴിക്കും. പിന്നെ കടുകും മുളകും വേപ്പിലയൊക്കെ വറുത്തെടുത്ത് അതിലോട്ട് ഒന്നിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ മെഴുക്ക് പറ്റിക്ക് ബാക്കി വന്ന കുറച്ച് വെജിറ്റബിൾസാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 ബീറ്റ്റൂട്ട് ഉണ്ട്, 2 ഉരുളക്കിഴങ്ങുണ്ട്, ഒരു ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ട്, നമ്മുടെ കത്തി വെച്ച് നുറുക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി വഴറ്റി അതിലോട്ട് ഇതിട്ട് മൂടി വെച്ച് വേവിക്കലാണ് എൻ്റെ ഇവിടുത്തെ ഒരു സാധാരണ മെഴുക്ക് പറ്റി ഉണ്ടാക്കുന്ന സ്റ്റൈൽ അങ്ങനെയാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു, ഇവിടെ ചോപ്പർ കൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും അത് യൂസ് ചെയ്യാറേ ഇല്ല. ആകെ കൂടി വല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെരി വെരി റെയർലി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാവരും പറയുന്നത് ഭയങ്കര പച്ചക്കറി നുറുക്കാൻ എളുപ്പമാണ് ചോപ്പറിൽ എന്നല്ല, എന്നാൽ ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും പൊതുവെ ഇഷ്ടം ഇല്ല എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ്, പാത്രം കഴുകുന്നതും പിന്നെ നുറുക്കുന്നതും. പക്ഷെ എനിക്ക് നുറുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ കുഞ്ഞതായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് എടുത്ത് ഒരുമിച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് അതൊരു തെറാപ്യൂട്ടിക് ഫീലിംഗ് ആണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഞാൻ എപ്പോഴും കത്തി വെച്ച ഈ പണി ചെയ്യാറ്. എനിക്കിത് വല്ലാതെ ചെറുതായി പോയ പോലെ തോന്നി, എനിക്ക് അത്ര വലിയൊരു സാറ്റിസ്ഫാക്ടറി ആയില്ല. നമ്മുടെ പച്ചക്കറി വേസ്റ്റിൻ്റെ പ്ലേറ്റ് ഇങ്ങനെ ഫില്ലായി വരണം, നിങ്ങൾ കണ്ടോ? ഓരോരോ സാധനങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി ഇത് ഞാൻ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുവിടും. ഞാനിങ്ങനെ വെളുത്തുള്ളി എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഈ 3 എണ്ണം ഞാനിങ്ങനെ എല്ലാം തൊലി കളഞ്ഞ് കഴുകി അതൊരു തുണിയിൽ വിരിച്ചിട്ട് അതിനെ ഉണക്കി എന്നിട്ടാണ് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പാത്രത്തിനകത്ത് വെച്ച് അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഈ രാവിലത്തെ നേരത്ത് നമുക്കതിന് വേണ്ടി ഒട്ടും ടൈം വേസ്റ്റ് ആവില്ല. പെട്ടെന്ന് എടുക്കുക, ആവശ്യമുള്ളത് എടുക്കുക, നുറുക്കുക, ആ ഒരു പണി മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു ദിവസം നമുക്ക് 2 കറിയാണ് ഉണ്ടാവുക. ഒരു ചാറുകറി ഉണ്ടാവും, ഒരു ഉപ്പേരി ഉണ്ടാവും. ഉപ്പേരി ഓർ തോരൻ ഓർ മെഴുക്ക് പുരട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരിതുണ്ടാവും. പിന്നെ ചിലപ്പോൾ എക്സ്ട്രാ ആയിട്ട് വല്ല മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയതോ എഗ് ബുർജിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കനോ ഒക്കെ ഉള്ള ദിവസങ്ങളിൽ അതുണ്ടാവും. അതില്ലാത്ത ദിവസങ്ങളിൽ ഈ 2 കറി ഉണ്ടാവാറുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കും. കുറച്ച് ഉച്ചക്കിലേക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും. നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയാണ്. അപ്പം നമ്മുടെ ഉച്ചഭക്ഷണം റെഡിയായി കഴിഞ്ഞു. ചിക്കൻ ഓൾറെഡി ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 4 മണി ചായയുടെ സമയമായപ്പോൾ ഞാൻ എന്ത് പരിപാടിയാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഇവിടെ ഹസ്ബൻഡ് മാത്രമേ ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് സേമിയ ഉണ്ടായിരുന്നു. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സോക്കോൾ പ്രൊഫഷണലി പ്രിപ്പയർഡ് പായസമല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലിയൊരു പാത്രത്തിൽ കുറേ ക്വാണ്ടിറ്റിയും പാലൊക്കെ തിളപ്പിച്ച് അങ്ങനെയൊക്കെയല്ലേ. ഇതിപ്പോൾ ഈ ഒരൊറ്റ പാത്രത്തിലാണ് നമ്മുടെ ഒരു സിംഗിൾ പോട്ട് പായസമാണ്. ഇൻസ്റ്റൻറ്റ് പായസം എന്നൊക്കെ പറയാം. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു, അതിലേക്ക് സേമിയ ഇട്ട് വറുത്തെടുത്ത് എന്നിട്ട് പാലതിലേക്ക് ഒഴിച്ചു. കറക്റ്റ് 3 പേർക്ക് കുടിക്കാനുള്ള പായസമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് 1 കപ്പ് സേമിയും ഒരു 3.5 കപ്പ് അല്ലെങ്കിൽ ഒരു മാക്സിമം 4 കപ്പ് താഴെയാണ് പാലും വെള്ളവും ചേർത്തിട്ട് അതൊഴിച്ചു, പഞ്ചസാര ഇട്ടു, ഒരു നുള്ളുപ്പിട്ടു, വേവിച്ചു, ഏലക്കാപ്പൊടി ഇട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള നമ്മുടെ സോക്കോൾഡ് അലങ്കാരങ്ങളും ആർഭാടങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കശുവണ്ടി കിസ്മിസ് ഒക്കെ നമ്മളിടില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഏലക്കാപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ചായ കുടിക്കുന്നതിന് പകരം ഈ പായസം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഷുഗർ കഴിക്കുന്നില്ല എന്നുള്ളൊരു, അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഷുഗർ കഴിക്കുന്നില്ല കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇനി ഉണ്ടാക്കിയത് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ഉണ്ടായാൽ ചിലപ്പോൾ ഞാൻ കുടിച്ച് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൃത്യം 3 പേർക്കുള്ളതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അവരത് കുടിച്ച് കഴിയുമല്ലോ, പിന്നെ പ്രശ്നമില്ല. ഈ ബാക്കി വരുന്നത് കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ദൗർബല്യമാണ്. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഒരു ഡ്രൈവിന് പോയതാണ്. ഇതുവരെ പോയിട്ടില്ലാത്തൊരു വഴിയിലൂടെ പോവാം, കുറച്ച് ദൂരം പോയി നോക്കാം, എന്നിട്ട് തിരിച്ച് വരാം എന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ വെറുതെ പുറപ്പെട്ടതാണ്. അപ്പോൾ പിള്ളേർ കാറിലിരുന്ന് മെമ്മറി ഗെയിം കളിക്കുകയാണ്. ഇങ്ങനെ ഓരോ പേരുകൾ ഓരോരുത്തർ പറയുക, എന്നിട്ട് അടുത്ത ആൾ ബാക്കി 4 പേരും പറയണം. 5ാമത്തെ ചാൻസിൽ ആദ്യത്തെ ആൾ പറഞ്ഞ 5 പേരും പറയണം. അത് കഴിയുമ്പോൾ ആദ്യത്തെ ആൾ മുതൽ പറഞ്ഞ 6 പേരും പറയണം. അങ്ങനത്തെ ഒരു കളിയില്ല, അത് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വെനസ, സരസ്വതി, വിക്ടോറിയ, ഭാർഗവി,
Do not. I'm not. ഹെർമനോയിസ്. No. Hermione. I said Hermione. ഹെർമോയിനി correct. ഔട്ടില്ല കേട്ടോ. അത് പപ്പ എനിക്ക് ദേവയാനി ഒക്കെ തന്നില്ലേ, കാർത്തിയായനി. പിള്ളേർ ഓരോ ഇംഗ്ലീഷ് പേരുകൾ പറയും, ഞങ്ങൾ അതിനനുസരിച്ച് ദേവയാനി, കാർത്തിയായനി, നാരായണി എന്നൊക്കെ പറഞ്ഞ് മലയാളം പേരുകൾ പറയും. അപ്പം അവർക്ക് ഈ മലയാളം പേരുകൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ നമുക്ക് അവർ പറയുന്ന ഇംഗ്ലീഷ് പേര് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹെർമോയിനി എന്നാണ് മോള് പറഞ്ഞത്, പക്ഷേ ഹസ്ബൻഡ് അത് പറഞ്ഞപ്പോൾ മാറിപ്പോയി. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവിടെ അടി നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു രസമല്ലേ. Gunjan, Amini, Kelly, Carolyn, Leela, Cara, Devayani, Kate, Kartiyayani, Vanessa, Saraswati. Guys, I'm forgetting my own name. जाने क्या ढूंढता है ये मेरा दिल, तुझको क्या चाहिए जिंदगी, जाने क्या ढूंढता है ये मेरा दिल, तुझको क्या चाहिए जिंदगी, रास्ते हैं कैसा है ये सफ़र, ढूंढती है जिसको नजरे जाने है वो किधर, जाने क्या ढूंढता है ये मेरा दिल, तुझको क्या चाहिए ज़िंदगी, जाने क्या ढूंढता है ये मेरा दिल, तुझको क्या चाहिए ज़िंदगी. പോയ രാസ്തയിലൊന്നും കണ്ടില്ല, തിരിച്ച് അതുവഴി തന്നെ തിരിച്ചു പോരണ്ടെന്ന് ഓർത്തിട്ട് പകരം ഞങ്ങൾ ആ വഴി ചുറ്റി വളഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്താനുള്ളൊരു വഴി കണ്ടുപിടിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു റൗണ്ട് തന്നെ അടിച്ചു, ശരിക്കൊരു റൗണ്ട് അടിച്ചു. അപ്പോൾ ആ വഴിയിൽ ഒരു മോളിൻ്റെ അവിടെ എത്തി. അപ്പോൾ എവിടെയും ഇറങ്ങിയില്ല, കുട്ടികൾ കാലൊന്ന് താഴെ കുത്തിയില്ലായിരുന്നല്ലോ, കാറിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ എന്നാൽ വെറുതെ ഒന്ന് കയറാമെന്ന് പറഞ്ഞു. എത്രയോ മാസങ്ങൾക്ക് ശേഷം, എനിക്ക് വേണൊരു 9 മാസത്തിന് ശേഷമാണ് ഒരു മോളിനകത്ത് പോകുന്നത്. ശരിക്കൊരു ഡെസേർട്ടഡ് ലുക്കാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കുറേ ഷോപ്സൊക്കെ ക്ലോസ് ആയി കിടക്കുകയാണ്. ഈ സ്പാ, ബ്യൂട്ടി പാർലർ അങ്ങനെയൊക്കെയുള്ള ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയി കിടക്കുകയാണ്. ചില ക്ലോത്ത്സിൻ്റെ ഷോപ്സും ക്ലോസ്ഡ് ആയി കിടക്കുകയാണ്. എന്തായാലും ഫുൾ ലൈറ്റൊക്കെ കത്തിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ലൈവ് ഫീൽ കൊടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആളുകൾ വളരെ കുറവാണ്. ഫുഡ് ഐറ്റംസൊക്കെ വീണ്ടും ചിലവായി പോകുന്നുണ്ട്. എന്നാലും ചില ഹോട്ടൽസ് അടച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടിരിക്കണം. ഇതിനകത്തുള്ള ചില ഹോട്ടൽസൊക്കെ ക്ലോസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു മോളിനകത്ത് കയറി. അപ്പം മോൾ ലൈഫൊക്കെ മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിഷ്വൽസ് കുറച്ചിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. വീട്ടിലൊക്കെ ഇരുന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റാണ്ട് ഇരിക്കുന്നവർക്ക് ജസ്റ്റ് കാണുമ്പോൾ ഒരു സന്തോഷമില്ല. എനിക്കങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്രോസ് വേർഡ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കയറുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് തന്നെ ഒരു കഫേ കോഫിയുടെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ക്രോസ് വേർഡ് എന്ന് പറഞ്ഞാൽ ബുക്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇത് പിള്ളേരുടെ സെലക്ഷനായിരുന്നു, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കുറച്ച് നോക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ സൂപ്പർ ഹാപ്പി ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു ബുക്ക് ഷോപ്പിൽ കയറുക എന്ന് പറഞ്ഞാൽ ഒരു ആനക്കരിമ്പിൻ തോട്ടത്തിൽ കയറിയതിൻ്റെ ഏകദേശം തുല്യമായൊരു കാര്യമായിരിക്കും. പക്ഷെ ഞാനൊന്നും വാങ്ങിക്കൊന്നുമില്ല, വളരെ അപൂർവമായിട്ട് വാങ്ങുള്ളൂ. മിക്കവാറും ബുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോയിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യലാണ് പതിവ്. പക്ഷേ കാണാമല്ലോ, അങ്ങനെ പുതിയ പുസ്തകങ്ങളൊക്കെ നോക്കാം, പുതിയ ഓത്തേഴ്സിൻ്റെ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഓത്തേഴ്സിൻ്റെ അറിയുന്ന ബുക്സിനെ അവിടെ കാണുമ്പോഴുള്ളൊരു സന്തോഷം. തിസോറസ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുമാതിരി ശശി തരൂരിൻ്റെ ഒരു തരൂറോസോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് കണ്ടു. അതൊരു പുതുമയായിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ. അതുമാതിരി കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. പിന്നെ ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുറേ ചെയേഴ്സ്, സോഫ സെറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് ഇരുന്ന് നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ബുക്ക് വായിക്കാം. നമ്മുടെ ഇക്കിഗായി കണ്ടോ നിങ്ങൾ? അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ സന്തോഷമായി. നമുക്കറിയാവുന്നൊരു സംഭവമല്ലേ. നമ്മുടെ ഇക്കിഗായി വീഡിയോ കണ്ടിട്ടില്ല എല്ലാവരും, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. നമ്മളിതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു ബുക്കാണിത്.
അങ്ങനെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ദിവസത്തിലൂടെ നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നാളെ നമുക്ക് കാണാം ലെറ്റ്സ് ചാറ്റിലൂടെ. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ലെറ്റ്സ് ചാറ്റ് സെഷനാണ് നാളെ. സോ മിസ് ചെയ്യാതെ എല്ലാവരും കാണണം. സീ ടുമോറോ. ടേക്ക് കെയർ. ബൈ.